നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് 21 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെയും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. റാലി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ശബരിമല അടക്കമുള്ള വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഉള്ളിയേരിയിൽ UDF റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സ്ഥാനാർത്ഥികളും UDF നേതാക്കളും നൂറുകണക്കിന് UDF പ്രവർത്തകരും റാലിയിൽ അണിനിരന്നു. നിങ്ങൾക്കില്ല വോട്ടില്ല, നിങ്ങൾക്കില്ല വോട്ടില്ല, നിങ്ങൾക്കില്ല വോട്ടില്ല, നിങ്ങൾക്കില്ല വോട്ടില്ല. വികസനത്തിൽ പുതുവഴി വെട്ടാം, വികസനത്തിൽ പരിപാടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയാണെന്നും വിശ്വാസികളോടൊപ്പം നിൽക്കാൻ UDF സദാ സന്നദ്ധമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് CPM മാത്രമേ ഉള്ളൂ. ആ അവകാശം അവർക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, അവർക്ക് മാത്രം കിട്ടില്ല. ഇത് ജനങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? അതുകൊണ്ടാണ് ജനങ്ങൾ ഇത് 2019 നമ്മൾ കണ്ടതാണ്. യുവതീ പ്രവേശനത്തിൻ്റെ പേരിൽ അന്ന് കണ്ടതാണ് ശബരിമലയിലെ വികാരം. അവരതിൽ നിന്നും പാഠം പഠിച്ചില്ല എന്ന് തെളിവാണ് 2024 വരെയുള്ള ഈ കാലത്ത് നടത്തിയ സ്വർണ്ണമോഷണം. അവർക്ക് വിശ്വാസമൊന്നുമില്ല, വിശ്വാസത്തിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്ത് അയ്യപ്പൻ, എന്ത് സ്വർണം, എന്ത് ഭഗവാൻ, എന്ത് യേശു ക്രിസ്തു, എന്തുള്ള ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വിശ്വാസമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചും അതല്ല. വിശ്വാസം എന്ന് പറയുന്ന പ്രശ്നമാണ്. വിശ്വാസത്തെ കയറി പിടിച്ചാൽ, വിശ്വാസത്തെ ആക്രമിച്ചാൽ, അത് ഏത് വിശ്വാസത്തെ ആക്രമിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെതിരായിട്ട് പോരാടും, UDF പോരാടും. അതാണ് വഖഫിൻ്റെ കാര്യം വന്നപ്പോൾ പാർലമെൻറ്റിൽ ഞങ്ങൾ പറഞ്ഞു ഇത് വഖഫിനെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലുള്ള ആക്രമണമാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള അറ്റാക്കാണ്, ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണ്. പക്ഷേ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14, 15, 25 ഒക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി ഈ സർക്കാരങ്ങാറ്റം ഭരിച്ചാൽ പിന്നെ കേരളവും ഉണ്ടാവില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സ്ഥിതി. എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ഉപയോഗിക്കുക. ഉള്ളിയേരി പഞ്ചായത്ത് നല്ലൊരു ഭരണം ഉണ്ടാകണം. ആ ഭരണത്തിലൂടെ നാട്ടിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യണം. അതിന് വല്ല പ്ലാനും പദ്ധതികളും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളെല്ലാം വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. കേരളത്തിൽ CPM BJPയുമായി സന്ധി ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചെയർമാൻ അബുഹാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KK സുരേഷ്, TT ഇസ്മായിൽ, MA റസാഖ് മാസ്റ്റർ, നിസാർ ചേലേരി, എടാടത്ത് രാഘവൻ, K അഹമ്മദ് കോയ, ശ്രീധരൻ മെനാച്ചേരി, നജീബ് കക്കഞ്ചേരി, ശ്രീധരൻ പാലയാട്, റഹീം ഇടത്തിൽ, ബിജു വെട്ടുവച്ചേരി, PP കോയ, ഗംഗാധരൻ കുറുപ്പച്ചങ്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികളെ KC വേണുഗോപാൽ പരിചയപ്പെട്ടു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.